ഇന്നത്തെ വചനചിന്ത യഥാർത്ഥ ഇടയൻ. ഇസ്രായേലിലെ ഒരു ടൂർ ഗൈഡ് സന്ദർശകർക്കായി വിശുദ്ധ നാടിനെ കാണിച്ചു കൊടുക്കുവാനായി അവരുടെ യാത്രയിൽ ഒരു ഇടയനെയും ആടുകളുടെ കൂട്ടത്തെയും കണ്ട് ടൂർ ഗൈഡ് പറയുവാൻ തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ ഇടയന്മാർ. അവരുടെ സ്നേഹവും പരിലാളനവും ലഭിക്കുന്ന ഈ ആടുകൾ ഭാഗ്യശാലികളാണ്. ആടുകളും ഇടയന്മാരും തമ്മിലുള്ള ആത്മബന്ധം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ കാഴ്ചകൾ കാണുവാൻ തുടങ്ങി. ആ ഇടയൻ ആടുകളെ അടിക്കുവാനും ഉപദ്രവിക്കുവാനും തുടങ്ങി. മുന്നോട്ട് പോകുവാൻ വിസമ്മതിക്കുന്ന ആടുകളെ താൻ തൻ്റെ കണ്ണിൻ്റെ മുൻപിൽ കണ്ട കമ്പുകളും മറ്റും ഉപയോഗിച്ച് എറിയുവാൻ തുടങ്ങി. അവർ അടുത്തു വരുംതോറും ഇടയൻ്റെ മുഖം വളരെ ദേഷ്യത്തോടുകൂടെ ലാളനയില്ലാതെ ആടുകളെ ബലം പ്രയോഗിച്ച് നടത്തുന്ന കാഴ്ച കണ്ടു. ആ ടൂർ ഗൈഡ് ആകുലതയോടുകൂടെ ആ ഇടയൻ്റെ അടുത്ത് ചെന്നു. നിങ്ങൾ ഈ കാണിക്കുന്നത് വലിയ അപമാനമാണ്. ഒരിടയൻ ഇങ്ങനെയല്ല ആടുകളെ നയിക്കേണ്ടിയിരുന്നത്. ഞാൻ അവരോട് നമ്മുടെ നാട്ടിലെ ഇടയന്മാരുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മുടെ നാടിൻ്റെ പേരിനെ തന്നെ ദോഷമായി ബാധിക്കും. ആടുകളുടെ കൂടെ നടന്ന ആ മനുഷ്യൻ പുച്ഛഭാവത്തോടെ തിരിഞ്ഞു നോക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടയനാണെന്ന് ആര് പറഞ്ഞു? ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയനല്ല, ഞാനൊരു അറവുകാരനാണ്. ഈ ആടുകളെ ഞാൻ പണം കൊടുത്ത് മേടിച്ചു, അറുക്കുവാനായി കൊണ്ടുപോവുകയാണ്. എനിക്ക് ഈ ആടുകളുടെ ക്ഷേമത്തിൽ ഒരു താല്പര്യവുമില്ല. ഈ ആടുകളെ എങ്ങനെയെങ്കിലും എൻ്റെ അറവുശാലയിൽ എത്തിക്കണം. എത്രയും വേഗം അറുക്കണം. എനിക്ക് ഞാൻ വാങ്ങിയ പണം വേഗം തിരികെ ലഭിക്കണം. ലാഭമുണ്ടാക്കണം. ഇടയനും അറവുകാരനും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത്. ആടുകളുടെ കൂടെ നടക്കുന്നത് കൊണ്ട് ആരും ഇടയനാകുന്നില്ല. ആടുകളുടെ ജീവനെ അപഹരിക്കുന്ന ഇടയന്മാർ അനേകരാണ്. സ്വാർത്ഥ ലാഭത്തിനും ധനമോഹത്തിനും സ്വന്തം കീശ വീർപ്പിക്കുവാനും ലോകത്തിലെ ഇടയന്മാർ നയിക്കുമ്പോഴാണ് സ്വർഗത്തിലെ നമ്മുടെ നല്ല ഇടയൻ്റെ വില നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലോകത്തിലെ നേതാക്കളും നായകന്മാരും എന്തിന് മനുഷ്യർ എല്ലാവരും ഒരു നല്ല പങ്ക് ബന്ധങ്ങളും ഇതാണ് ചെയ്യുന്നത്. അവർ കൂടെ നടക്കുകയാണ്. അവിടെ തന്നെ ലാഭത്തിനായി അവർ തരുന്ന ഭക്ഷണവും വെള്ളവും കരുതലുമെല്ലാം അവരുടെ തന്നെ സ്വന്തം ലാഭം വീർപ്പിക്കലാണ്. ദൈവ അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നമ്മെ പലതും നയിക്കുമ്പോൾ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ആടുകളുടെ സമാധാനമാണ് ആ നല്ല ഇടയൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആടുകൾ ഇടയനെ അനുഗമിക്കുകയാണ് പതിവ്. അറവുകാരൻ പുറകെ നടന്ന് ഉപദ്രവിച്ചും നായ്ക്കൾ ഉപയോഗിച്ചും ആടുകളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. ഇടയനോ ആടുകളുടെ മുമ്പേ നടക്കുകയാണ്. തടസ്സങ്ങളെല്ലാം നീക്കി വഴി തെളിച്ച് നയിക്കുകയാണ്. ആ ഇടയൻ്റെ ഓരോ ചലനവും ആടുകൾ അറിയുന്നു. ഇടയൻ്റെ ശബ്ദം ആടുകൾ കേൾക്കുന്നു. ആ ഇടയൻ ആടുകളെ അടിച്ചാലും അതിനുള്ളിൽ ആ വലിയ സ്നേഹമുണ്ട്. ആ ഇടയൻ തൻ്റെ വടിയും കോലും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചാലും അതിൽ ഒരു തലോടലും കരുതലുമുണ്ട്. അത് നമ്മെ തകർക്കുവാനല്ല, മുടിച്ചു കളയുവാനല്ല, നമ്മെ പണിയുവാനാണ്. മനുഷ്യരുടെ ദുരുപയോഗങ്ങൾക്ക് ഇരയായ ഒരു വ്യക്തിയാണോ താങ്കൾ? സ്വർഗത്തിലെ ആ നല്ല ഇടയൻ്റെ അടുക്കിലേക്ക് വരിക. സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടി ആ ഇടയൻ കാത്തിരിക്കുകയാണ്. താങ്കളുടെ സ്നേഹത്തിനായി പച്ചപ്പുൽമേടുകളിൽ അനുദിനവും നടത്തി നീതിയുടെ ഉറവയിലേക്ക് ആ ഇടയൻ നമ്മെ നയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം ഇപ്രകാരം വായിക്കുന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും ഒടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു.
ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കുകയും ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. യേശുവാകുന്ന ഇടയനെ അനുഗമിച്ച് യേശുവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്ക് കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.